ഇന്ന് പാറമോള് പോയിട്ടില്ല കേട്ടോ, ചുമയായിട്ട്. അങ്ങനെ ദേ ഞങ്ങൾ പോവാണ്. എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോവാണ് ഈ വഴിക്കിട്ട്. എന്തിനാണെന്നറിയോ, വല്യച്ഛൻ്റെ കടയിൽ നിന്ന് ഒരു നഖം വേണമെന്ന്. ഞാനും പാറമോളും കൂടി ഒരു പ്രാവശ്യം നഖം മേടിച്ച് ഒട്ടിച്ചതായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ തല തിരിച്ചൊട്ടിച്ചു. ഈ പ്രാവശ്യം ശരിക്കും ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ദേ വല്യച്ഛൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു നഖം വേണം അമ്മയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ കുറേ ഉണ്ടായിരുന്ന നഖങ്ങൾ, അതിൽ നിന്നും ഒരു നഖം മേടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇതിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ നഖം എടുത്തത്. അങ്ങനെ വേഗം ഒരെണ്ണം എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഒരു ദിവസം ഞങ്ങൾ നഖം ഒട്ടിച്ചപ്പോ അത് തല തിരിച്ചൊട്ടിച്ചു പോയില്ല പറയുവോ? അപ്പൊ എല്ലാവരും കമന്റിൽ കൂടെ പറഞ്ഞോട്ടെ തല തിരിഞ്ഞു പോയി. അപ്പൊ ഇന്ന് എന്തായാലും ഞങ്ങൾ ശരിക്ക് ഒട്ടിക്കാന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ദേ പാറമോൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ദേ വല്യച്ഛന്റെ കടയിൽ നിന്ന് നമ്മൾ നഖം മേടിച്ചിട്ടുണ്ട്. പൈസ അറിയില്ല, വല്യച്ഛൻ പൈസ മേടിച്ചില്ല അല്ലേ? അങ്ങനെ ദേ ഇനി ഇത് ഒട്ടിക്കണം കേട്ടോ. അങ്ങനെ ആ പാക്കറ്റിൽ നമുക്കൊരു പശ ഉണ്ടായിരിക്കും നഖം ഒട്ടിക്കാനുള്ളത്. അപ്പൊ അതും നഖം ഉണ്ടാവും കേട്ടോ. അപ്പൊ പാറുന്റെ സൈസിലുള്ള നഖങ്ങൾ അതിലാകെ 12 എണ്ണാണ് ഉള്ളത് കണ്ടോ. അപ്പൊ പാറുന്റെ നഖത്തിന് പോകുന്നത് ഞാൻ സെലക്ട് ചെയ്തത് ഒട്ടിക്കണം. അപ്പോഴേക്കും കറണ്ട് പോയിട്ട് അപ്പൊ ഞാനും പാറമോളും ഉമ്മറത്ത് ചെന്നിരുന്നു കണ്ടോ നഖം. അങ്ങനെ ആ നഖങ്ങളൊക്കെ പാക്കറ്റിൽ നിന്ന് എടുത്ത് നമ്മുടെ പശയൊക്കെ കുത്തി പൊട്ടിച്ച് ഇനി നമുക്ക് നഖത്തിൽ ഒട്ടിക്കാം. അങ്ങനെ ദേ പാറമോൾ ആദ്യം കാണിക്കുന്നത് വലത് കൈയാണ് കേട്ടോ. ഈ കൈയിലാണ് ഒട്ടിക്കുന്നത് ചോദിച്ചപ്പോൾ പാറമോൾ പറഞ്ഞു 2 കൈയിലും വേണമെന്ന്. എന്തായാലും കുറച്ച് നേരത്തേക്ക് അല്ലേ, നാളെ സ്കൂളിൽ പോകണല്ലോ. അപ്പൊ പിന്നെ 2 കയ്യിൽ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ ഈ പശയൊക്കെ കുറച്ച് തേച്ച് നഖമൊക്കെ എടുത്ത് ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഇത് അടിപൊളിയാണ്. നമ്മളൊക്കെ എന്താ പറയാ, എനിക്കൊക്കെ നഖം വളർത്തുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോട്ടെ, വളരില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ദേ പാറമോൾക്ക് 2 കയ്യിലും നിറയെ ഞാൻ നഖം ഒട്ടിച്ചു കൊടുത്തേ. ഡിസൈനുള്ള നഖം ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ വൈറ്റ് നഖമാണ് വാങ്ങിച്ചത്. അങ്ങനെ കണ്ടോ, പാറമോളുടെ എല്ലാ നഖത്തിലും ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു നഖത്തിലും ഞാൻ ഒട്ടിച്ചിട്ട് വെറുതെ ഒരു രസം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൈ നിറയെ നഖമൊക്കെ ഒട്ടിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഇതുമ്പോൾ നമുക്ക് നെയിൽ പോളിഷ് ഇട്ടാലോ എന്ന്. അങ്ങനെ ഞാൻ വേഗം നെയിൽ പോളിഷ് എടുത്ത് വന്നിട്ട് ദേ പാറുമോളുടെ നഖത്തിലൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഒക്കെ അല്ല, ഞാനിങ്ങനെ എന്താ പറയാ, ഒരെണ്ണത്തിൽ ഇട്ട് കൊടുത്തു, പിന്നെ ഒരെണ്ണം ഇട്ടില്ല കേട്ടോ. അപ്പം വൈറ്റും പിങ്കോ ആ കളറാണ്. അങ്ങനെ അത് രണ്ടും കൂടി കാണാൻ നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഒരു നഖത്തിൽ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, മക്കൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും കുഞ്ഞു മക്കൾക്ക് ഒരു പാക്കറ്റ് നഖം മേടിച്ച് കൊടുക്കണേ. അവരിത് ഒക്കെ ഒട്ടിച്ച് ഒരു ദിവസമൊക്കെ കളിച്ചോട്ടെ. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഒന്നും അങ്ങനെ പോകരുത് കേട്ടോ. അതൊക്കെ എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ദേ പാറുമോളുടെ കൈ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി എൻ്റെ ഒരു നഖം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒട്ടിച്ച് നെയിൽ പോളിഷ് അടിച്ചെടുത്ത നഖങ്ങളാണ് കേട്ടോ ഇത്. ഭംഗിയുണ്ടെങ്കിൽ പറയണം കേട്ടോ.